കയറി കിടക്കാൻ സ്വന്തമായി ഒരു വീടില്ല. ഭർത്താവും ഉറ്റവരും ഉപേക്ഷിച്ചതോടെ 10 വയസ്സായ മകനൊപ്പം എവിടേക്കെന്നില്ലാത്ത യാത്രയിലാണ് വെങ്ങിണിശ്ശേരി കപ്പക്കാട് വാഴപ്പറമ്പിൽ മേഘന. ഇരുവരുടെയും ദുരിത ജീവിതം നേരിട്ടറിഞ്ഞിട്ടും അധികൃതരും കൈയൊഴിഞ്ഞതോടെ മകനൊപ്പം മരിക്കാനായി റെയിൽവേ ട്രാക്കിലെത്തി ഈ 37കാരി. ഈ കൊച്ചിനെയും കൊണ്ട് ഞാൻ എവിടെയൊക്കെ എത്ര നാൾ ഓടും സാറേ, കയറി കിടക്കാൻ സ്വന്തമായൊരു വീടില്ല, അവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കും, ഇവരെ ഞാൻ എവിടെ നിന്ന് പറഞ്ഞു വിടും, എന്ത് കൊടുത്തു വിടും? 5ാം ക്ലാസ്സിലേക്ക് ജയിച്ച ചേർപ്പ് CNS സ്കൂൾ വിദ്യാർത്ഥി അങ്കിത് കൃഷ്ണനെ ചേർത്ത് പിടിച്ച മേഘന ഈ ചോദ്യം ചോദിക്കുമ്പോൾ അധികൃതർക്കും ഉത്തരമില്ല. കഴിഞ്ഞ തിങ്കളാഴ്ച മഴയത്ത് മകനെയും കൂട്ടി കുറേ നടന്നു, പലയിടത്തും ഇരുന്ന് നേരം കഴിച്ചുകൂട്ടി. സന്ധ്യയായപ്പോൾ മകന്റെ കൈ പിടിച്ച് കണിമംഗലം വളവിൽ റെയിൽവേ ട്രാക്കിലെത്തി. അമ്മ കൈ മുറുകെ പിടിച്ചതും ട്രെയിനിന്റെ ശബ്ദം കേട്ടതോടെ പേടിച്ചരണ്ട അങ്കിത് എന്നെ കൊല്ലണ്ട അമ്മയെ, നമുക്ക് ജീവിക്കാമെന്ന് പറഞ്ഞ് കുതിരയോടി. നാട്ടുകാരും കൂർക്കഞ്ചേരി കൗൺസിലർ വിനേഷ് തൈലും ചേർന്ന് ഇരുവരെയും ചേർപ്പ് സ്റ്റേഷനിൽ എത്തിച്ചു. പോലീസ് ഇടപെട്ട് ഒരൊറ്റ രാത്രി തങ്ങാൻ അമ്മയെയും മകനെയും അയ്യന്തോളിലെ സ്നേഹിതയിലേക്ക് മാറ്റി. ഇട്ടിരുന്ന വസ്ത്രവും മാറാനുള്ള ഒരു ജോഡി വസ്ത്രവും കുടയും മാത്രമുള്ള ബാഗും മകനെ കയ്യിൽ പിടിച്ച് പോലീസ് ഇടപെടലിൽ മേഘന വീണ്ടും എപ്പോൾ വേണമെങ്കിലും ഇറങ്ങിപ്പോരാവുന്ന ആ വീട് കയറുകയാണ്. കുരിയച്ചെറിയിലെ പുറമ്പോക്ക് ഭൂമിയിലുള്ള വീട്ടിൽ ഭർത്തൃവീട്ടിൽ കഴിയുമ്പോഴും സമാധാനമില്ലായിരുന്നുവെന്ന് മേഘന പറയുന്നു. മാനസിക പീഡനവും വഴക്കും തുടർന്നതോടെ പലവട്ടം പോലീസിൽ പരാതി നൽകി. ദുരിതം കണ്ടറിഞ്ഞ നാട്ടുകാരും പാർട്ടി പ്രവർത്തകരും ഇടപെട്ട് ഭർത്താവിനൊപ്പം 1-2 തവണ വാടക വീടുകളിലേക്ക് താമസം മാറ്റി. ഇതിനിടെ പലയിടത്തും ജോലി നോക്കി. തന്റെ പേരിൽ ഭർത്താവ് എടുത്ത വായ്പാ തിരിച്ചടവ് ആവശ്യപ്പെട്ട് ആളുകളുടെ വരവ് തുടങ്ങിയതോടെ വാടക വീടും ജോലിയും പോയി. ഭർത്താവ് ഉപേക്ഷിച്ചതോടെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി. തനിച്ചായ തന്നെയും മകനെയും സുഹൃത്തുക്കൾ മലപ്പുറത്തെ ഒരു ബാലാശ്രമത്തിൽ കൊണ്ടു നിർത്തി. മകനെ ഒപ്പം നിർത്താൻ കഴിയില്ലെന്ന വ്യവസ്ഥയുള്ളതിനാൽ മാനസിക സമ്മർദ്ദത്താൽ കുറച്ചു നാളുകൾക്ക് ശേഷം വെങ്ങിണിശ്ശേരിയിലെ സ്വന്തം വീട്ടിലേക്ക് മടങ്ങി. ഇവിടെയും വീട്ടുകാരുടെ സഹായമോ സുരക്ഷിതത്വമോ ലഭിച്ചില്ല. സഹോദരനുമായുള്ള നിരന്തര വഴക്കും ജീവഭയവും കാരണം ഒട്ടേറെ തവണ വീട് വിട്ടിറങ്ങി. പോലീസ് സാന്നിധ്യത്തിലാണ് പലപ്പോഴും തിരികെ കയറിയത്. കുടുംബ പ്രശ്നത്തിൽ പോലീസിന് ഇടപെടാനുള്ള പരിമിതി അറിയിച്ചതോടെ പല രാത്രികളിലും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീടുകളിൽ കഴിയേണ്ടി വന്നു. അവസാനം തിങ്കളാഴ്ച ഇരിങ്ങാലക്കുട റൂറൽ പോലീസിന്റെ നിർദ്ദേശപ്രകാരം വനിതാ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചെങ്കിലും വീട്ടുകാർ അനുകൂല നിലപാടെടുക്കാത്തതിനാൽ കുഞ്ഞിനെയും കൊണ്ട് മാറി താമസിക്കാനാണ് പോലീസ് നിർദ്ദേശിച്ചത്. ഒടുവിൽ മറ്റു വഴികളില്ലാത്തതിനാൽ മകനെയും കൂട്ടി യുവതി റെയിൽവേ ട്രാക്കിലെത്തുകയായിരുന്നു. മൂക്കിൽ അണുബാധയെ തുടർന്ന് മെഡിക്കൽ കോളേജിൽ മേഘനയ്ക്ക് ശസ്ത്രക്രിയ നടത്തേണ്ട ദിവസമായിരുന്നു ഇന്നലെ. ചികിത്സയ്ക്കുള്ള പണവും കൂട്ടിരിപ്പുകാരും ഇല്ലാത്തതിനാൽ ചികിത്സ വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്.